ത്രിയേക ദൈവത്തിന് സ്തുതി. ഇന്ന് വലിയ നോമ്പിൻ്റെ 41-ാമത്തെ ദിനം. കാൽവറിയിലേക്കുള്ളതായ നമ്മുടെ യാത്രയുടെ 41-ാമത്തെ ചവിട്ടുപടിയും നാം ചവിട്ടിക്കഴിഞ്ഞു. ഇന്ന് 40-ാം വെള്ളി. യേശു കർത്താവ് പരീക്ഷകനാൽ പരീക്ഷിക്കപ്പെട്ടതായ ദിനം. അസാധാരണമായ നിയോഗങ്ങൾക്കായി അനുദിനം ഒരുക്കപ്പെടേണ്ടതുണ്ട് എന്ന ഓർമ്മപ്പെടുത്തലോടുകൂടിയാണ് വലിയ നോമ്പിൻ്റെ ഓരോ ദിനവും കടന്നു പോകുന്നത്. ഇന്നത്തെ നമ്മുടെ അല്പസമയത്തെ ചിന്തയ്ക്കും ധ്യാനത്തിനുമായി തിരഞ്ഞെടുത്തതായ വേദഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ളതായ വാക്യങ്ങൾ. അവിടെ യേശു കർത്താവ് മരുഭൂമിയിൽ 40 ദിവസം ഉപവസിച്ചതിന് ശേഷം പരീക്ഷകനാൽ പരീക്ഷിക്കപ്പെടുന്നത് നാം വായിക്കുന്നു. സാത്താൻ അവനെ 3 രീതിയിലാണ് പരീക്ഷിക്കുന്നത്. ഇത് വെറും യേശുവിൻ്റെ കഥയല്ല, നമ്മുടെ ഓരോരുത്തരുടെയും ആത്മീയ യുദ്ധത്തിൻ്റെ ചിത്രം കൂടിയാണ് ഇവിടെ കാണുന്നത്. സാത്താൻ ആദ്യം അവനെ പരീക്ഷിക്കുന്നത് കല്ലിനെ അപ്പമാക്കുവാൻ പറഞ്ഞുകൊണ്ടാണ്. അപ്പം ശരീരത്തിൻ്റെ ആഗ്രഹമാണ്. ഈ കല്ലുകൾ അപ്പമാകുക എന്ന് സാത്താൻ യേശു കർത്താവിനോട് പറഞ്ഞപ്പോൾ യേശു പറഞ്ഞതായ മറുപടി, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്നതായ സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു. നമ്മുടെ ജീവിതം ഭൗതിക ആവശ്യങ്ങളിൽ മാത്രം ആധാരപ്പെടരുത്. രണ്ടാമതായി, മഹത്വം കൊടുക്കുവാനായിട്ട് യേശു കർത്താവിനോട് പറയുകയാണ്. മഹത്വം അഹങ്കാരത്തിൻ്റെതായ ഒരു പരീക്ഷയാണ്. സാത്താൻ യേശു കർത്താവിനോട് പറയുകയാണ്, നീ ദൈവപുത്രനെങ്കിൽ താഴോട്ട് ചാടുക, നിന്നെക്കുറിച്ച് അവൻ തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും, നിന്റെ കാൽ കല്ലിനോട് തട്ടാതെ വണ്ണം നിന്നെ കൈകളിൽ താങ്ങിക്കൊള്ളും എന്ന് സാത്താൻ യേശു കർത്താവിനോട് പറയുമ്പോൾ യേശു കർത്താവ് തിരികെ അവനോട് പറയുകയാണ്, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്ന്. ദൈവത്തെ പരീക്ഷിക്കുവാനല്ല, അവനിൽ വിശ്വസിക്കുവാനാണ് നമ്മെ വിളിച്ചിരിക്കുന്നത്. മൂന്നാമതായി യേശു കർത്താവ് നേരിട്ടതായ പരീക്ഷ അധികാരത്തിൻ്റെതായ പരീക്ഷയാണ്. അധികാരം എന്ന് പറയുന്നത് ലോകത്തിൻ്റെ പ്രലോഭനമാണ്. അവിടെ സാത്താൻ പറയുന്നുണ്ട്, ഏറ്റവും ഉയർന്ന മലമേൽ കൂട്ടിക്കൊണ്ടുപോയിട്ട് ലോകത്തിലുള്ള സകല രാജ്യങ്ങളെയും അവയുടെ മഹത്വത്തെയും കാണിച്ചു. എന്നിട്ട് സാത്താൻ പറയുകയാണ്, എന്നെ വീണ് ഒന്ന് നമസ്കരിച്ചാൽ ഇത് മുഴുവൻ നിനക്ക് തരാമെന്ന്. അപ്പോൾ യേശു കർത്താവ് മറുപടി പറയുന്നത്, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നു. എന്നെ നമസ്കരിച്ചാൽ ഇതെല്ലാം നിനക്ക് തരാം. എളുപ്പ വഴികൾ എപ്പോഴും ദൈവത്തിൻ്റെ വഴിയല്ല. യേശു ഓരോ പരീക്ഷയിലും ദൈവവചനം ഉപയോഗിച്ച് വിജയിക്കുകയാണ്. ഇത് നമ്മെ പഠിപ്പിക്കുന്നത്, പരീക്ഷകൾ വരും, പ്രലോഭനങ്ങൾ ശക്തമായിരിക്കും, പക്ഷേ ദൈവവചനത്തിൽ നിൽക്കുമ്പോൾ വിജയം നമുക്ക് ഉറപ്പാണ്. പ്രിയമുള്ളവരെ, ഈ വലിയ നോമ്പ് നമ്മെ തയ്യാറാക്കുകയാണ്. പരീക്ഷകളിൽ വീഴുവാനല്ല, പരീക്ഷകളുടെ മേൽ വിജയം കൈവരിക്കുവാൻ. ഇന്ന് നമ്മോട് തന്നെ നമുക്ക് ചോദിക്കാം, എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ വരുന്നതായ പരീക്ഷ ഏതാണ്? ഞാൻ ദൈവവചനത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ? പരീക്ഷകളല്ല നമ്മുടെ വിശ്വാസത്തെ തകർക്കാൻ, അത് ശക്തമാക്കുവാൻ വേണ്ടിയാണ് പരീക്ഷകൾ ദൈവം നമുക്ക് നൽകുന്നത്.
ദൈവവചനത്തിൽ കൂടി പരീക്ഷകളെ അതിജീവിക്കുവാൻ നമുക്ക് ഇടയായിത്തീരണം. ദൈവവചനത്തിൽ നാം നിൽക്കുമ്പോൾ വിജയം ഉറപ്പാണ്. വിജയം കൈവരിക്കുവാൻ നമുക്ക് ഈ നോമ്പ് നാളുകളിൽ ഇടയാകട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, പരീക്ഷകളിൽ ജയിക്കുവാൻ എനിക്ക് ശക്തി തരണമേ. പ്രലോഭനങ്ങളിൽ വീഴാതെ നിന്റെ വചനത്തിൽ ഉറച്ചു നിൽക്കുവാൻ എനിക്ക് സഹായിക്കണമേ. എൻ്റെ ജീവിതം നിനക്ക് വിശ്വസ്തമായ സാക്ഷിയായി നിൽക്കട്ടെ. ദൈവവചനത്തിൽ നിൽക്കുവാൻ എന്നെ ഇടയാക്കണമേ. ഉറച്ച വിശ്വാസത്തോടുകൂടെ പരീക്ഷയെ അതിജീവിക്കുവാൻ എന്നെ സഹായിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്നേഹത്തോടെ ജോയൽ അച്ഛൻ.